എപ്പോഴും എല്ലാവരും ചോദിക്കണ ചോദ്യമാണ് എന്ത്, മിക്കവാറും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും, അല്ല ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തിനാണ് ആൾക്കാർ നിങ്ങൾക്ക് പൈസ അയച്ചു തരുന്നത്? അല്ലെങ്കിൽ എടാ നാളെ ഇങ്ങനെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 4 പേരില്ലേ? അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ആൾക്കാരോട് പറയുന്നത്? നമുക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല, പക്ഷേ ചില ആളുകൾക്ക് നമ്മളെ കേൾക്കുമ്പം അവർക്ക് അവരായിട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്തോ അവർക്കൊരു ഫീലിംഗ് ഉണ്ട്. അത് ചിലപ്പം വർഷങ്ങളോളം അവരെ കൊണ്ട് സാധിക്കാത്തതായിരിക്കും. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വിഡ്ഢിത്തമെന്ന് തോന്നുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് അവരെ അറിയാൻ പറ്റണ ഒരു ടൂള് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യത, അതെന്താണെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാധ്യത കയ്യിൽ കിട്ടുമ്പം ഒരു പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് സമയവും ഒരുപാട് പൈസയും അല്ലെങ്കിൽ ഈ ഒരുപാട് വിശ്വാസങ്ങളും മറ്റുള്ള പല ആത്മീയതയുടെ ഭാഗത്തൊക്കെ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ പല രീതിയിൽ അവർ ഒരുപാട് ചിലവാക്കുന്ന ആൾക്കാരാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് അവരിലൂടെ തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അവർ നമുക്ക് അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അത് നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ടൊന്നുമില്ല, നമ്മൾ പർട്ടിക്കുലർലി ആർക്കും ഒന്നും ചെയ്തു കൊടുക്കണില്ല. പക്ഷേ എവിടെയോ നമ്മൾ ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം അത് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും, നാളെ അതുണ്ടാവും, മറ്റന്നാൾ, ഇതൊന്നും നമ്മളെ വിഷയമല്ല. നമ്മളിതിനെപ്പറ്റിയല്ല നോക്കുന്നത്. നമ്മൾ നോക്കണം എത്രത്തോളം ആ ഒരുമയിലിരിക്കാൻ പറ്റിയ മനുഷ്യന്മാരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരും ആ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഒരുമിച്ച് പോകാനും എത്രത്തോളം നമുക്ക് ഈ സത്യത്തെ അല്ലെങ്കിൽ ഈ ജീവിതത്തെ തുറന്നു കൊണ്ടുവരാനും സാധിക്കും, ഇത് നമുക്ക് ഒരുമിച്ചിരുന്ന് പരിശോധിക്കാം. അത്രയേ ഉള്ളൂ.